ഹലോ. നമ്മൾ പലപ്പോഴും പറയുന്നൊരു പ്രശ്നമല്ലേ, എനിക്ക് സംസാരിക്കാൻ അറിയില്ല, ഞാൻ പറഞ്ഞത് ആളുകൾക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് തെറ്റായി പോകുന്നുണ്ട്. ഇതൊക്കെ എന്താണെന്നറിയോ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം കേട്ടോ. ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലെന്ന് പറയുന്നത് നമ്മൾ ജനിച്ചപ്പോൾ ഉണ്ടാകുന്ന കഴിവല്ല, അത് സ്ലോലി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ്. കമ്മ്യൂണിക്കേഷൻ എന്നത് വെറും എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നത് മാത്രമല്ല കേട്ടോ, നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം മറ്റൊരാൾക്ക് വ്യക്തമായി എത്തിക്കുക എന്നതാണ് ശരിയായ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ പറഞ്ഞത് അവർ തെറ്റായി മനസ്സിലാക്കിയാൽ അതിന് കാരണം പലപ്പോഴും നമ്മൾ ക്ലിയറായി പറയാത്തത് കൊണ്ടാകാം. നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പറയുന്നത് വളരെ സിമ്പിളായിട്ടും ക്ലിയർ ആയിട്ടുള്ളതായിരിക്കണം. വളരെ കോംപ്ലിക്കേറ്റഡ് ആയി പറഞ്ഞാൽ അതിന് വലിയ വാല്യൂ ഒന്നും ഉണ്ടാവില്ല. എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിൽ പറയാൻ മാക്സിമം ശ്രമിക്കണം. അതോടൊപ്പം സംസാരിക്കുമ്പോൾ വേഗത കൂടാതെ ശ്രദ്ധിക്കണം. സ്ലോ ആയിട്ടും വ്യക്തമായും പറയാനായിട്ട് ശ്രമിക്കണം. ഇത് നമ്മൾ കോൺഫിഡൻ്റായി തോന്നാനും കേൾക്കുന്ന ആൾക്കാർക്ക് നമ്മൾ പറയുന്നത് മനസ്സിലാക്കാനായിട്ട് സഹായിക്കും കേട്ടോ. കമ്മ്യൂണിക്കേഷൻ എന്നത് സംസാരിക്കുന്നത് മാത്രം തെറ്റിദ്ധരിക്കല്ലേ, കേൾക്കുന്നതും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ മറ്റൊരാൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് കേൾക്കുന്നതിന് പകരം നമ്മൾ എന്ത് റിപ്ലൈ പറയണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. പക്ഷേ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാൻ ആദ്യം നമ്മൾ നല്ലൊരു ലിസണറാകണം. ഒരാൾ പറയുന്നത് മുഴുവനായി കേട്ട ശേഷം മനസ്സിലാക്കിയ ശേഷം സംസാരിക്കുമ്പോൾ കോൺവെർസേഷൻ കൂടുതൽ മീനിങ് ഫുള്ളാകും. മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, എല്ലാവരോടും ഒരേ രീതിയിൽ സംസാരിക്കാൻ പറ്റില്ല. സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ സംസാരിക്കുന്ന രീതിയും ടോണും മാറ്റേണ്ടി വരും. ചിലപ്പോൾ ഫ്രണ്ട്ലി ആയി സംസാരിക്കണം, ചിലപ്പോൾ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് സംസാരിക്കണം, ചിലപ്പോൾ നേരിട്ട് നമ്മൾ ആ പോയിന്റിലേക്ക് എത്തണം. ഇത് മനസ്സിലാക്കിയാൽ കമ്മ്യൂണിക്കേഷൻ വളരെ സ്മൂത്താകും. സംസാരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളും വളരെ ശ്രദ്ധിക്കണം. ഒരിക്കലും പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് സംസാരിക്കുന്നതിന് മുമ്പ് ചെറിയൊരു സമയമെടുത്ത് ചിന്തിച്ച് വേണം സംസാരിക്കാൻ. പ്രത്യേകിച്ച് ഇമോഷൻ സ്ട്രോങ് ആയിരിക്കുന്ന സമയത്ത് അധികം സംസാരിക്കുന്നത് അവോയ്ഡ് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ. അതേപോലെ തന്നെ നമ്മുടെ ബോഡി ലാംഗ്വേജിനും വലിയ റോളുണ്ട് കേട്ടോ. നമ്മൾ സംസാരിക്കുന്ന രീതിയിലും മുഖഭാവത്തിലും വോയിസിലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യും. കാമായും പോസിറ്റീവായും സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ എഫക്റ്റ് മറ്റൊരാളിലും കാണാൻ പറ്റും. കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം പ്രാക്ടീസ് പെർഫെക്റ്റ് ആവണമെന്നില്ല, പക്ഷേ ദിവസവും ചെറിയ ചെറിയ ചേഞ്ച് ട്രൈ ചെയ്താൽ നമ്മൾ പതുക്കെ പതുക്കെ ബെറ്റർ ആവും. കണ്ണാടിക്ക് മുന്നിൽ സംസാരിക്കുക, വോയിസ് റെക്കോർഡ് ചെയ്ത് കേൾക്കുക, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഒരു ടോപ്പിക്കിനെ എക്സ്പ്ലെയിൻ ചെയ്ത് ശ്രമിക്കുക. ഇവയൊക്കെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. ഒരുപാട് പേർക്ക് തോന്നും കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ല എന്നതൊരു വീക്ക്നെസ് ആണെന്ന്. പക്ഷെ അതൊരു പെർമനൻറ്റ് പ്രോബ്ലം അല്ല. പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് മാറ്റാവുന്ന ഒരു സ്കില്ലാണ്. അതിനാൽ പെർഫെക്റ്റ് ആവാൻ നമ്മൾ ശ്രമിക്കേണ്ട ഒരു കാര്യമില്ല, ബെറ്റർ ആക്കാൻ ശ്രമിച്ചാൽ മതി. ഓരോ ദിവസവും കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ഓരോ ദിവസവും തന്നെ മാറ്റം കണ്ടു തുടങ്ങും. അതേപോലെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ, നമ്മളിപ്പോൾ ആരോട് സംസാരിക്കണം, എന്ത് സംസാരിക്കണം, അച്ഛനോടാണോ അമ്മയോടാണോ മക്കളോടാണോ ഹസ്ബൻഡിനോടാണോ ഇല്ലെങ്കിൽ പുറമേയുള്ള ആൾക്കാരോടാണോ എന്ത് സംസാരിക്കണം എന്നത് നമ്മൾ വളരെയധികം ചിന്തിച്ചിട്ട് മാത്രം സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്കിപ്പോൾ ഒരാളോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്, നമ്മളൊരു ജസ്റ്റ് പേപ്പറിൽ എഴുതി നോക്കുക, ഞാൻ അയാളോട് എന്ത് സംസാരിക്കണം എന്നുള്ളത് എഴുതി നോക്കിയിട്ട് നമുക്ക് അതേ രീതിയിൽ വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ അയാൾ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് മുഴുവൻ കേട്ടതിന് ശേഷം നമ്മൾ മറുപടി കൊടുക്കാനായിട്ട് ശ്രമിക്കണം. ഇങ്ങനെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ ഒരുവിധം പ്രോബ്ലംസ് എല്ലാം ഒഴിവായി കിട്ടും. നല്ല ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എൻ്റെ വീഡിയോസൊക്കെ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഉപകാരപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഹാപ്പി ലൈഫ്.